തന്മയത്വം ഈ രണ്ട് സവിശേഷതകളാണ് വി എസിനെ എല്ലാ കാലത്തും ജനകീയനാക്കി നിർത്തിയത്. അതീവ ഗൗരവമുള്ള വിഷയങ്ങൾ, വിവാദമായ വിഷയങ്ങളിൽ പോലും ചിരിച്ചുകൊണ്ട് നേരിടുന്ന വി എസ് അതേസമയം തന്നെ കർക്കശക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവും കൂടിയായിരുന്നു. വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്ത് ത്യാഗവും സഹിക്കുന്ന ഒരു ജനകീയനായ നേതാവ്. അക്ഷരാർത്ഥത്തിൽ ത്യാഗനിർഭരമായ ജീവിതം എന്ന് തന്നെ പറയാം വി എസിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ വിശേഷിപ്പിക്കണമെങ്കിൽ. ഒരിക്കലും ഒരു കൗശലക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവായ ഒരു പാർട്ടി സെക്രട്ടറി ഒരിക്കലും അദ്ദേഹം ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടില്ല. എന്നും ഉള്ളിൽ എന്താണ്, മനസ്സിലുള്ളിലുള്ളത് എന്താണോ അത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണിക്കുകയായിരുന്നു. അത് ചിരിയാണെങ്കിൽ ചിരി, സന്തോഷമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സങ്കടം, നിസ്സഹായത എല്ലാം ഉള്ളിൽ മറ്റൊന്ന്, മുഖത്ത് മറ്റൊരു ഭാവം അങ്ങനെ ഒരിക്കലും വരുത്താൻ കഴിയാത്തൊരു മനുഷ്യനായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു പച്ച മനുഷ്യൻ എന്ന് പറയുമ്പോൾ അത്രയും അങ്ങനെ പറഞ്ഞാലും മതി. വി എസിന് അതിനപ്പുറം വലിയൊരു വിശേഷണങ്ങളിലേക്ക് കടന്നില്ലെങ്കിൽ പോലും മനുഷ്യനായിരുന്നു, മനുഷ്യസ്നേഹിയായിരുന്നു. ഒരു മനുഷ്യൻ, ഒരു ജനകീയ നേതാവ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഏത് തരത്തിലായിരിക്കണം, എങ്ങനെയായിരിക്കണം, എങ്ങനെ ജനങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെല്ലണം എന്ന എല്ലാ മാതൃകയും തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്ത, തെളിയിച്ചു കൊടുത്ത വ്യക്തിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ. അതുതന്നെയാണ്, പ്രതികരണങ്ങളുടെ ആശാനായിരുന്നു വി എസ് എന്ന് പറയാം. ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഏതു രീതിയിലാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് വി എസിനെ കണ്ടുപഠിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വാക്കിലായിരിക്കും പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പ്രതികരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അന്വേഷിക്കാം, അല്ലെങ്കിൽ നോക്കട്ടെ, അല്ലെങ്കിൽ എന്താണ് പരിശോധിക്കാം എന്ന് പറയുമ്പോൾ പോലും അതിലെന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്നുള്ളത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ മുഖത്ത് വ്യക്തമായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ അരുണ്യ സൂചിപ്പിച്ചതുപോലെ ആ പച്ചയായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ വി എസിൻ്റെ വിയോഗം വാർത്ത സ്ഥിരീകരിച്ചതിന് ശേഷം ഒരുപാട് ആളുകൾ വി എസിനെ കുറിച്ചുള്ള അനുഭവങ്ങളൊക്കെ പലയിടത്തായി പങ്കുവച്ചിരുന്നു. അത് നമ്മൾ പലപ്പോഴും എല്ലാം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ വി എസുമായി ഏറെ അടുപ്പം പുലർത്തിയിരുന്ന പല ആളുകളും പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് ഒരാളെ ഇഷ്ടമല്ല എങ്കിൽ അത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് തെളിയുമായിരുന്നു. ആ ആളുമായിട്ട് പിന്നെ അദ്ദേഹം സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊന്നും ഒരു അഭിനയിക്കാൻ അദ്ദേഹത്തിന് അറിയുകയില്ലായിരുന്നു. അതേസമയം ഏറെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അവരോട് അത്രമാത്രം തിരികെ ആ സ്നേഹം നൽകുകയും ചെയ്യുന്ന പച്ചയായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു വി എസ് എന്നുള്ള കാര്യമാണ്. അതുതന്നെയായിരുന്നു അദ്ദേഹത്തെ അത്രമാത്രം ജനകീയനാക്കിയത് എന്നുള്ളതുമാണ്. സാധാരണ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ എപ്പോഴും ആളുകളുടെ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു പ്രശംസ പിടിച്ചു പറ്റാൻ കൂടുതലായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വി എസ് ഇത്തരത്തിലുള്ള പ്രവർത്തികളിലൂടെ കൂടി വ്യത്യസ്തനായി ആയിരുന്നു എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇപ്പോൾ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ അദ്ദേഹം ഒരുപാട് പ്രതികൂലമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഏറെ സംയമനത്തോടു കൂടി അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മുഖത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കൃത്യമായി വിടരുമായിരുന്നു എന്നുള്ളതാണ്. ദേഷ്യവും രോഷവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും വി എസ് എപ്പോഴും അത് ഒരു പരിധിക്കപ്പുറം വിട്ട് അത് പ്രതികരിക്കാൻ തയ്യാറായിട്ട്. ഷമീർ ഉണ്ട്. ഷമീർ ചവറയിലാണ് ഉള്ളത് എന്ന് കരുതുന്നു. കൃത്യമായിട്ട് എവിടെയാണ് ഷമീർ ഉള്ളത്? അവിടെ ഇപ്പോഴും വലിയ ആൾക്കൂട്ടമുണ്ടല്ലോ വി എസിനെ കാത്ത്. പറയും അരുണ്യ, ചവറയിൽ നിന്നുള്ള ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതായത് ചവറ നീണ്ടകര പാലം കഴിഞ്ഞ് ചവറയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് അത്രത്തോളം ജനസഞ്ചയം തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് വി എസ് അച്യുതാനന്ദന് അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ്. നേരത്തെ അവിടെയുള്ള ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ വൈകിട്ട് 5 മണി മുതൽ എത്തിയ ആളുകളുണ്ട്, വൈകിട്ട് 4 മണിക്ക് എത്തിയവരുണ്ട്, പാലക്കാട് നിന്ന് എത്തിയ ആളുകൾ ഉൾപ്പെടെ അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആളുകൾ ഈ കരിമണലിന്റെ നാട്ടിൽ ചവറയുടെ മണ്ണിൽ സഖാവ് വി എസിനെ അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. വി എസുമായിട്ടുള്ള വാഹന വ്യൂഹം ഇപ്പോൾ കാവനാട് പിന്നിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്ത പോയിന്റാണ് ഈ ചവറ ദൃശ്യങ്ങളിൽ കാണുന്ന ചവറയുടെ ചരിത്രം പറയുമ്പോൾ ചവറയുമായി വലിയ ബന്ധമുള്ള നേതാവാണ് വി എസ് അച്യുതാനന്ദൻ. നമുക്കറിയാം, കരിമണലുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ആ സമരങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തൊക്കെ തന്നെ ഇവിടെ എത്തി ആ സമര പോരാളികൾക്കൊപ്പം അണിചേർന്ന നേതാവ്. അതുപോലെ മത്സ്യത്തൊഴിലാളി മേഖലയാണ്. ഇവിടത്തുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലും അദ്ദേഹത്തിന്റെ സ്വാധീനം ചെറുതല്ല. ഇവിടെ കാത്തു നിൽക്കുന്നതിൽ ഭൂരിപക്ഷവും തൊഴിലാളി സമൂഹത്തിൽ നിന്നുള്ള ആളുകളാണ്. അവരൊക്കെ ഉറക്കെ പറയുന്നതും വി എസിനെ അവസാനമായി ഒന്ന് കാണണം, കണ്ടിട്ട് മടങ്ങണം എന്നാണ് അവർ ഓരോരുത്തരും പറയുന്നത്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവിനെ അവസാനമായി, അദ്ദേഹത്തിന്റെ ജീവനത്തെ ശരീരത്തെ അവസാനമായി ഒന്ന് കണ്ട് മടങ്ങാനായിട്ടാണ്
ഏതാണ്ട് 7-8 മണിക്കൂറിലധികമായ ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നത്. അതിന്റെ ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഇവിടെയും ഉയർത്തി വിളിക്കുന്ന മുദ്രാവാക്യം കണ്ണേ കരളെ VSA എന്ന് ആർത്തലച്ച് തന്നെയാണ് ഈ വന്ന ഇടങ്ങളിലൊക്കെ തന്നെ ആ മുദ്രാവാക്യം തന്നെയാണ് അവർ വിളിക്കുന്നത്. ചവറയുടെ മണ്ണിലെത്തുമ്പോഴും ആ മുദ്രാവാക്യം തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും VSനെ അവസാനമായി VSന്റെ നൊമ്പരം പേറുന്ന VS എന്ന സത്യം ഇനിയില്ല എന്ന നൊമ്പരം പേറുന്ന വേദനയുമായിട്ടാണ് ആളുകൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നത്. എന്തായാലും പ്രതികൂല കനത്ത മഴയാണ് കൊല്ലത്ത് ഏതാണ്ട് രാത്രി മുതൽ ഉള്ളത്. ആ പ്രതികൂല കാലാവസ്ഥയെ പോലും അതിജീവിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകൾ വിവിധ ഇടങ്ങളിൽ കാത്തു നിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് ചവറ. ആ ചവറയുടെ മണ്ണിലേക്കാണ് VSുമായിട്ടുള്ള വാഹന വ്യൂഹം എത്തിച്ചേരുന്നത്. എന്തായാലും VSനെ അവസാനമായി ഒന്ന് കാണാനായി നിരവധി ആളുകൾ 8-9 മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നവർ, കുട്ടികളുമായി കാത്തു നിൽക്കുന്നവർ, ചിത്രങ്ങളുമായി VSന് അവസാനം സമ്മാനിക്കാൻ ഇന്ന് വരച്ച ഒരു ചിത്രവുമായി ഒരു പെൺകുട്ടിയെ നമ്മൾ കണ്ടു. അങ്ങനെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകൾ, പ്രായം കൊണ്ട് വീട്ടിൽ ഇരുന്ന ആളുകൾ പോലും തങ്ങളുടെ നേതാവിനെ അവസാനമായി ഒന്ന് കാണുവാൻ വേണ്ടി ചവറയിൽ കാത്തു നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇനി അടുത്ത ഇടം കരുനാഗപ്പള്ളിയാണ്. അങ്ങനെ നിശ്ചയിച്ച സമയത്തിലധികവും എല്ലാ ആളുകളെക്കും VSനെ കാണാനുള്ള അവസരം ഒരുക്കിയ ശേഷമാണ് ആ വാഹനവ്യൂഹം കടന്നു വരുന്നത്. കൊല്ലം ചിന്നക്കടയിൽ വലിയ തിരക്കായിരുന്നു. അതുപോലെ പള്ളിമുക്കിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. കൊട്ടിയത്ത് വലിയ തിരക്കായിരുന്നു. ചാത്തന്നൂർ, പാരിപ്പള്ളി എന്നീ ഇടങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്കായിരുന്നു VSനെ അവസാനമായി കാണാൻ. അതും ഈ അർദ്ധരാത്രിയും ഈ പുലർച്ചെയും ഒക്കെ ആളുകൾ ഇപ്പോഴും മുഷ്ടി ചുറ്റി കാത്തു നിൽക്കിയ മുദ്രാവാക്യം വിളിച്ച് കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അരുണ്യ, സ്വാതി. അതുതന്നെയാണ് ഷമീർ. ഈ രാത്രി പിന്നിടുമ്പോഴും ഈ നേരം പുലരുമ്പോഴും ഒക്കെ എത്രമാത്രം ആളുകളാണ്, എത്ര തീർന്നാൽ ഒടുങ്ങാത്ത ആളുകളാണ് അദ്ദേഹത്തെ അവസാന നോക്ക് കാണുവാനായി എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. ആ വഴികളിലെല്ലാം വഴിനീളെ മുദ്രാവാക്യം വിളികളുമായി മുഷ്ടി ചുരുട്ടി കൊടിയേന്തി എത്ര ആളുകളാണ് അവിടേക്ക് എത്തിയത് എന്നുള്ളതാണ്. സ്ത്രീകളും കുട്ടികളും വൃദ്ധരായിട്ടുള്ള ആളുകളടക്കം ഉള്ള ആളുകൾ അവിടേക്ക് എത്തി. കുറച്ചു മുൻപ് ഒരു പ്രായമായ ഒരു ഉമ്മ പറഞ്ഞത് ഇന്നലെ വൈകുന്നേരം 5 മണി മുതൽ കാത്തു നിൽക്കുകയാണ്. ഇന്നിപ്പോൾ 5 മണിയാകുന്നു. 12 മണിക്കൂറോളമായി കാത്തു നിൽക്കുകയാണ് VSനെ ഒരു നോക്ക് കാണുവാനായി. കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമാണ്, സ്നേഹമാണ് എന്നാണ് പറയുന്നത്. അതിലുണ്ട് എല്ലാം. അവർക്ക് വേണ്ടി നിലകൊണ്ട, പാവങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട, സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി നിലകൊണ്ട, സ്ത്രീകൾക്ക് വേണ്ടി നിലകൊണ്ട നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ വീതിയിലൂടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കടന്നു പോകുമ്പോൾ ആ സ്നേഹം അവർക്കിങ്ങനെ പ്രകടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു നോക്ക് കാണുക എന്നാൽ അതിന് 12 മണിക്കൂർ നേരമാണ് അവർ നൽകുന്നത് എന്നുള്ളതാണ്. അവരുടെ സമയം നൽകുകയാണ്, വിലപ്പെട്ട സമയം നൽകുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ അവർക്ക് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ഈ ഒരു സമയത്ത് സാധിക്കുകയുള്ളൂ. നിരവധി ആളുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണുവാനായി, അവസാന നോക്ക് കാണുവാനായി എത്തുന്നത് എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം. ആളുകൾ ബൈക്കിലും കാറുകളിലുമൊക്കെ ഈ ഒരു വിലാപയാത്രയായി സഞ്ചരിക്കുന്ന ബസ്സിന് പുറകിൽ അനുഗമിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. കൃത്യമായ നിയന്ത്രണങ്ങളെല്ലാം സംഘാടകർ ഏർപ്പെടുത്തിയാണ് ബസ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ പോലും ഈ തിങ്ങിക്കൂടിയിരിക്കുന്ന ആളുകളെ വകഞ്ഞു മാറ്റി വേണം ബസ്സിന് മുന്നോട്ട് പോകുവാനായി. അവർക്കെല്ലാവർക്കും VSനെ അവസാനമായി ഒരു നോക്ക് കാണേണ്ടതായിട്ടുണ്ട്. കാവനാട് പിന്നിട്ട് കൊല്ലം കടക്കുകയാണ് ഇപ്പോൾ വിലാപയാത്ര എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ രാവിലെ ആയിരിക്കുന്നു, 5 മണിയായി, നേരം പുലർന്നിരിക്കുന്നു. ഇപ്പോൾ പോലും കൊല്ലം കടന്നിട്ടില്ല. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 ആരംഭിച്ച വിലാപയാത്ര ഇപ്പോഴും കൊല്ലത്താണുള്ളത്. ഇനി ആലപ്പുഴയിലേക്ക് എത്തേണ്ടതുണ്ട്, ആലപ്പുഴയിലേക്ക് കയറേണ്ടതുണ്ട്, പ്രവേശിക്കേണ്ടതുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ എത്ര ആളുകളാണ് അവിടെ കാത്തു നിൽക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ, ഇന്നലെ വൈകുന്നേരം മുതൽ അവിടെ കാത്തു നിൽക്കുന്ന ആളുകൾക്കെല്ലാം VSനെ അവസാനമായി ഒരു നോക്ക് കാണേണ്ടതുണ്ട്. അവരെ എല്ലാം കണ്ടതിന് ശേഷം മാത്രമേ ആ വിലാപയാത്രയ്ക്ക് കടന്നു പോകുവാനായി, സ്വന്തം ജന്മനാട്ടിലേക്ക്, ജന്മദേശത്തേക്ക് കടന്നു പോകുവാനായി സാധിക്കുകയുള്ളൂ. കർഷകർ ഏറെയുള്ള കർഷക പ്രക്ഷോഭങ്ങളൊക്കെ ഒരുപാട് നടന്നിരിക്കുന്ന മണ്ണാണ് ആലപ്പുഴ. അതിനെല്ലാം നേതൃത്വം നൽകിയ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവാണ് ഇപ്പോൾ, അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരമാണ് ഇത്തരത്തിൽ കടന്നു പോകുന്നത്. അദ്ദേഹത്തിന് വേണ്ട വിധം ഒരു യാത്രയയപ്പ് നൽകാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. എൻ്റെ ഒരു കുറവ് കൊണ്ട് ഒരു കുറവുണ്ടാവരുത് എന്ന് ഉദ്ദേശിച്ചാണ് ഓരോ ആളുകളും, ഞാൻ കുറഞ്ഞു പോയതുകൊണ്ട് അതൊരു വലിയ കുറവാകും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഓരോ ആളുകളും അവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ നിരവധി ആളുകളാണ്
വിലാപയാത്ര കടന്നു പോകുന്ന വഴിക്ക് ഇരുവശവുമായി ഇപ്പോഴും തിങ്ങി നിൽക്കുന്നത് എത്ര രാത്രിയെന്നോ അത്തരത്തിൽ മഴയെന്നോ അല്ലെങ്കിൽ റോഡ് മോശമാണ്, ദൂരെ നിന്ന് വന്ന ആളുകളാണ്, അതൊന്നും ഒരു കാര്യമല്ല, അതൊന്നും പ്രശ്നമല്ല. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരേ ഒരു VS-നെ അവസാനമായി ഒരു നോക്ക് കാണുക, അദ്ദേഹത്തിനോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ പറയുക എന്നുള്ള കാര്യം ആണ്. എന്തായാലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം, ആദർശം അതെല്ലാം ഒരിക്കലും മാഞ്ഞു പോകില്ല എന്നതിൻ്റെ നേർസാക്ഷ്യം തന്നെയാണ് അദ്ദേഹത്തിന് നാട് നൽകുന്ന ഈ ഒരു അന്ത്യാഞ്ജലി എന്നുള്ളതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 3:20 VS ഉറങ്ങി, പക്ഷേ കേരളം അപ്പോൾ ഉണർന്നു എന്നുള്ളതാണ്. ഇന്നലെ ആ സമയം മുതൽ ഇതുവരെയായിട്ടും കേരളം ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാതെ കൺതുറന്ന് അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകുകയാണ്. മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയുള്ള ആളുകളെല്ലാം VS-ന് യാത്രാമൊഴി നൽകുന്നു എന്നുള്ളതാണ്. നേരിട്ടെത്തി ഈ ഒരു അന്ത്യാഞ്ജലി നൽകാനാകാത്തവർ പോലും അദ്ദേഹത്തിൻ്റെ ഈ വിലാപയാത്ര പല കോണുകളിൽ നിന്നായി വീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്മരിക്കില്ല.